ഹലോ സുസാമൻ, A1-ൻ്റെ 10ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മൻ ലാംഗ്വേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. പേഴ്സണൽ പ്രൊനോമൻ എന്ന് പറയും, അഥവാ പേഴ്സണൽ പ്രൊനൗൺസ്. നമ്മുടെ ഇംഗ്ലീഷിലും ഉണ്ടല്ലേ പേഴ്സണൽ പ്രൊനൗൺസ്. നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിലെ പേഴ്സണൽ പ്രൊനോമൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഷ്, ദു, എർ, സി, എസ്, വിയർ, ഇയർ, സി, സി. ഇതിലെ ചില വേർഡുകളിലേക്ക് പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ വീണ്ടും ഒന്നും കൂടെ കാണുക, അല്ലെങ്കിൽ ആ ഒരു പാർട്ട് നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ കാണുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ സ്വയം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എല്ലാ മീനിങ് ഞാൻ കറക്റ്റായിട്ടിട്ടുണ്ട്. ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, യു, ദേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 3 യു വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇതിന് നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇതിൻ്റെ മീനിങ് മലയാളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്, ഞാൻ, ദു, നീ, യു, നീ, എർ, ഹി, അവൻ, സി, ഷീ, അവൾ, എസ്, ഇത്, ഇറ്റ്, വിയർ, വി, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ, ഇയർ, യു, യു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നാണ് ഇയറിൻ്റെ അർത്ഥം, നിങ്ങൾ, സി, യു, താങ്കൾ, സി, ദേ, അവർ. അപ്പോൾ 3 സി വന്നിട്ടുണ്ട് മൊത്തം. അതൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ആദ്യത്തെ സി നോക്കിയേ. ആദ്യത്തെ സിയുടെ മീനിങ് എന്താണ്? ഷീ എന്നാണ്. അതെപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കും കിടക്കത്തുള്ളൂ. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് സി കിടക്കുന്നത് ക്യാപിറ്റൽ സി. അത് സെൻറ്റൻസിൽ എവിടെ കിടന്നാലും അത് ക്യാപിറ്റൽ ആയിട്ടായിരിക്കും കിടക്കത്തുള്ളൂ, ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും കിടക്കത്തുള്ളൂ. അപ്പോൾ ആ സിയുടെ മീനിങ് താങ്കൾ എന്നായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ടുള്ള സി, അതും സെൻറ്റൻസിൽ സ്മോൾ ലെറ്റർ ആയിരിക്കും കിടക്കത്തുള്ളൂ. അതിൻ്റെ മീനിങ് അവർ. അപ്പോൾ ഈ പേഴ്സണൽ പ്രൊനോമൻ നമുക്കൊരു സെൻറ്റൻസിൽ വന്നു കഴിയുമ്പോൾ ഇത് ഇപ്പം അവളാണോ അല്ലെങ്കിൽ താങ്കളാണോ അല്ലെങ്കിൽ അവറാണോ എന്ന് തിരിച്ചറിയാൻ കുറച്ച് പാടായിരിക്കും. ഫസ്റ്റ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അടുത്ത കുറച്ച് ടോപ്പിക്കുകളും കൂടെയും ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്കും ഏതാണ് ഷീ, ഏതാണ് യു, ഏതാണ് ദേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആകുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ള കുറച്ച് പേഴ്സണൽ പ്രൊനോമൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ച പേഴ്സണൽ പ്രൊനോമൻ എല്ലാം നോമിനാറ്റീവ് കേസിൽ വരുന്ന പേഴ്സണൽ പ്രൊനോമനാണ്. അതായത് നോമിനാറ്റീവ് കേസ് എന്ന് പറയുമ്പം ജർമ്മൻ ലാംഗ്വേജിന് 4 കേസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, അഥവാ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കേസാണ് ഈ നോമിനാറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നോമിനാറ്റീവ് കേസിലുള്ള പേഴ്സണൽ പ്രൊനോമനായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചത്. അത് വെച്ച് നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ എഴുതി നോക്കിയാലോ. നോക്കാം ഏതൊക്കെയാണെന്ന്. ഇഹ് സ്പീലെ ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കുന്നു. ദു കോംസ്റ്റ് ഔസ് കേരള, നീ കേരളത്തിൽ നിന്ന് വരുന്നു. എർ ഇസ്റ്റ് പിലോട്ട്, അവൻ പൈലറ്റാണ്. സി ഹൈസ്റ്റ് അന്ന, അവളുടെ പേര് അന്ന എന്നാണ്, അല്ലെങ്കിൽ അന്ന എന്നവൾ വിളിക്കപ്പെടുന്നു. വി ആർ ഗേൻ ഹോയ്റ്റെ, നമ്മൾ ഇന്ന് പോകുന്നു. ഇയർ ലേൺഡ് ഡോയ്ച്ച്, നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നു. സി സിൻ നെറ്റ്, താങ്കൾ നൈസാണ്. സി ട്രിങ്കൻ ഹോള, അവർ കോള കുടിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഇതിപ്പോൾ എക്സാമ്പിളുകൾ മനസ്സിലായല്ലോ, നമുക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇഷ് മുതൽ സി വരെയുള്ള കാര്യങ്ങളുടെ പേഴ്സണൽ പ്രൊനോമൻ്റെ മീനിങ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത യൂബൂങ്ങൺ നിങ്ങൾക്കുള്ള എക്സസൈസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ സ്വന്തം കുറച്ച് സെൻറ്റൻസുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. പേഴ്സണൽ പ്രൊനോമൻ ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ താഴെ കിടക്കുന്ന ഒരു 3 സെൻറ്റൻസുകൾ നിങ്ങൾ സ്വന്തം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയത്, പേഴ്സണൽ പ്രൊനോമൻ എന്ന് പറയുന്നത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും. അതായത് നമ്മൾ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ പേര് ടോം എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറയും ടോം ഒരു നല്ല കുട്ടിയാണ്. അതിനുശേഷം പറയും ടോം ചെന്നൈയിൽ നിന്ന് വരുന്നു. അതിനുശേഷം ടോം ഇന്ത്യയിൽ ജീവിക്കുന്നു. ടോം ജർമ്മനിയിലേക്ക് പോവും എന്ന് നമ്മൾ പറയുകയാണ്. അവിടെ ടോം 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 എന്നുള്ള പേര് നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിന് പകരം ആദ്യം നമുക്ക് പറയാം ടോം ജർമ്മനിയിലാണ് ജീവിക്കുന്നത്. അവൻ ഇന്ത്യയിൽ നിന്ന് വരുന്നു. അവൻ കേരളത്തിലാണ് ജർമ്മൻ പഠിച്ചത്. അപ്പോൾ അവൻ്റെ പേരിന് പകരം നമ്മൾ ഈ പേഴ്സണൽ പ്രൊനൗമൻ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പേരിട്ടേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ ജർമ്മൻ A1-ൻ്റെ 10ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോമിനാറ്റീവ് കേസിലുള്ള ജർമ്മൻ പേഴ്സണൽ പ്രൊനോമൻ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും പഠിക്കുക. അടുത്ത ക്ലാസ്സുകളിലേക്ക് നമുക്ക് ഇതാവശ്യം വരും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.